Opening hours with MyFin. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ ഇപ്പോൾ നമ്മളോട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്ന് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഈ ഒരു അവസാന ട്രേഡിംഗ് ഡേയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 25,788 എന്നൊരു നിലയിലാണ് നിഫ്റ്റിയിൽ ട്രേഡിംഗ് തുടരുന്നത്. 123 പോയിൻ്റ് നേട്ടമാണ് ഈ ഒരു മണിക്കൂറിൽ കാണുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ നിഫ്റ്റി 50 എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നമുക്ക് ഇപ്പോൾ നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഒരു വിധത്തിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ജനുവരി 5-ാം തീയതി നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം വലിയൊരു സെൽ ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നിഫ്റ്റി 50 നടന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. നിഫ്റ്റി 50 26,000 പോയിന്റ് റെസിസ്റ്റൻസ് ഡിസൈസീവായിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സോ നമ്മൾ പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം മറക്കരുത്. സർ, അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി 60,050 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 470 പോയിന്റിൻ്റെ നേട്ടം ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈക്ക് തന്നെ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഫോം ആയിട്ടുണ്ട്. ഇതിൽ വീണ്ടും എടുത്തു പറയാനുള്ള ഇറ്റ് ഈസ് ദ പെർഫോമൻസ് ഓഫ് ദ PSU ബാങ്ക് ഇൻഡെക്സ്. ഓൾമോസ്റ്റ് എല്ലാ മേജർ PSU ബാങ്കിങ് സ്റ്റോക്സിലും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രദീപ്. ഹേയ് മോർണിംഗ് സുരജ്. പ്രദീപ്, നമുക്കിപ്പോൾ ഫെബ്രുവരി 1 ബഡ്ജറ്റാണ്, യൂണിയൻ ബഡ്ജറ്റാണ്. വളരെ ക്രൂഷ്യലായിട്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പൊതുവേ 2026 പൊതുവേ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സാധാരണ ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ PSU സ്റ്റോക്സ് ഷുഡ് ഡു വെൽ എന്നുള്ളതാണ്. മേ ബി നമുക്ക് ഉദ്ദേശിക്കാം. കാര്യം ഗവൺമെൻറ് വിൽ ഗോ ഹെഡ് വിത്ത് ദർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് ഡിഫൻസിലും റെയിൽവേയിലും ഒക്കെ. അപ്പോൾ PSU സ്റ്റോക്സ് അതർ ദാൻ PSU ബാങ്കിങ്ങിനെ നമ്മൾ മാറ്റിവെച്ചാൽ PSU ഡിഫൻസ് സ്റ്റോക്ക് അല്ലെങ്കിൽ PSUവിൻ്റെ മറ്റുള്ള സ്റ്റോക്കുകളായിട്ടുള്ള ഈ ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ്, ഇതിലൊക്കെ എന്തെങ്കിലും റെയിൽവേസ് പോലുള്ള ഇതിൽ സ്റ്റോക്കിൻ്റെ ഇൻഡെക്സിലൊക്കെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷൻ തരുന്നുണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് ഏതാണ്ട് 15 ദിവസത്തോളം കൂടെ ഉള്ളൂ നമുക്ക് ബഡ്ജറ്റ് എന്നുള്ള. അപ്പോൾ പതുക്കെ ഇതൊന്ന് മാർക്കറ്റ് റേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ സുരജ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റോക്സ്, ഡിഫൻസ് സ്റ്റോക്സ് ഒക്കെ ആക്ച്വലി പ്രേക്ഷകരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ റഡാറിൽ പെടാറുണ്ട്. നമുക്ക് ചില അൺസങ് സ്റ്റോക്സിലോട്ട് നമുക്ക് ആദ്യം ഫോക്കസ് കൊടുക്കാം. ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ള കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇസ് എ മൊണോപ്പൊളി ലിറ്ററലി. ആൻഡ് നമ്മൾ മെയ് 2025 നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ബട്ട് ഡിസംബർ മാസത്തിന് ശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നത്. നമ്മൾ വരും സെഷൻസിൽ 525, 540, 560 റെസിസ്റ്റൻസിൽ ശ്രദ്ധിക്കുക. മൈ എക്സ്പെക്ടേഷൻ ബഡ്ജറ്റ് അടുക്കും തോറും വി ആർ ഗോയിങ് ടു സീ മോർ ബുള്ളിഷ്നെസ്. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 500 റെസിസ്റ്റൻസ് സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു PSU സ്റ്റോക്ക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഓഗസ്റ്റ് 2025 മുതൽ നോക്കുകയാണെങ്കിൽ 185 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടും 220 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസും ഫോം ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് അനദർ സ്റ്റോക്ക് വിച്ച് നീഡ്സ് ബി ഫോക്കസ്ഡ് അപ്പോൺ. FACTയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്ക് 940 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു സസ്റ്റൈനബിൾ മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. പരാദീപ് ഫോസ്ഫേറ്റ്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. 180 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. മദ്രാസ് ഫെർട്ടിലൈസർ സിമിലർ പാറ്റേൺ, 87 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നുള്ളൂ. പെട്രോളിയം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലോട്ട് വരുമ്പോഴേക്കും ഭാരത് പെട്രോളിയത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 375 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നുള്ളൂ. റെയിൽവേ സ്റ്റോക്സിലോട്ട് വരുമ്പോഴേക്കും ആദ്യത്തെ തന്നെ ടിറ്റാഗറിന്റെ കേസിൽ നല്ലൊരു സെറ്റപ്പ് ഫോമായി വരുന്നുണ്ട്. 880 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും.
അതുപോലെ തന്നെ IRFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും IRFCയിൽ 130 റെസിസ്റ്റൻസ് ആയിരിക്കാം മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. റെയിൽ ടെല്ലിന്റെ കേസിൽ 382 റെസിസ്റ്റൻസ് ശ്രദ്ധിക്കാം. കമ്മിങ് ടു ഡിഫൻസ് സ്റ്റോക്സ്, ആദ്യം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം സൈഡ് വൈസ് ആയി മാറിയിട്ടുണ്ട്. 4600, 4700 ഈ 2 റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2620. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ 1720, 1820 ഇതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. പ്രദീപ്, എനിക്ക് LICയുടെ ചാർട്ട്സിൽ ഒരു ഹെൽപ്പ് വേണം. കാര്യം വെച്ചാൽ നമുക്കറിയാലോ ഈ PSU സ്റ്റോക്സ്, മെറ്റൽസ്, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ഫിനാൻഷ്യൽസും ഒക്കെയാണ് ഈ 2026 നമ്മളൊരു മാർക്കറ്റ് ഇൻ്റലിജൻസ് വെച്ചിട്ട് മിക്കവാറും ഒരു മൊമെൻറ്റം കിട്ടാവുന്ന ഒരു സെക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നു. അതിൽ നമുക്കൊരു മേജർ അണ്ടർ പെർഫോമർ ആയിരുന്നു LIC എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. അപ്പോൾ ഈ LICയുടെ ചാർട്ട് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് ആ ഇൻഷുറൻസ് മേഖലകളിലൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് കുറച്ച് റിഫോംസ് കൊണ്ടുവരാം എന്നുള്ള ചാൻസ് ഉണ്ട് എന്നിവിടെ പറയപ്പെടുന്നു. LICയുടെ ചാർട്ട് അതെന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ പ്രദീപ്? LICയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹസ് ബീൻ ആൻ അണ്ടർ പെർഫോമർ ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ആൻ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആൻഡ് അതിന് ഹ്യൂജ് അപ്സൈഡ് പൊട്ടൻഷ്യൽ കമ്പയർഡ് ടു ദ ഡൗൺ സൈഡ് റിസ്ക്. ഈ സ്റ്റോക്കിന്റെ കേസിൽ വളരെ മേജർ സപ്പോർട്ട് ഏരിയ 800 രൂപ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ 800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുകയാണെങ്കിൽ 880, 880 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് നമുക്ക് ഒത്തിരി ഫാൾസ് അലാംസ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് ദർ ഇസ് നോ ബുള്ളിഷ് ട്രിഗർ. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ 880. സാറിന് ഇന്ന് നമുക്ക് Q3 ലഭ്യമായിരിക്കുന്ന ഇൻഫോസിസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇൻഫോസിനെ സംബന്ധിച്ച് ലാഭത്തിൽ 2% ഒരു കുറവ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരുമാനം നോക്കുമ്പോൾ 8.9% ഒരു ഉയർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഇൻഫോസിസിനെ സംബന്ധിച്ച് നിഫ്റ്റി 50യിൽ മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 5% അടുത്ത നേട്ടമാണ് ഇപ്പോൾ ഇൻഫോസിസിൽ കാണുന്നത്. 1678 ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസ്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇൻഫോസിസ് ഓഹരികളിൽ എന്താണ്? വിഷ്ണു, നമ്മൾ ഇൻഫോസിസിന്റെ കേസിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലായിരുന്നെങ്കിൽ പോലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് വിച്ച് ഐ സോ ഇസ് ദാറ്റ് ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും 20,000 പുതിയ റിക്രൂട്ട്സ് ആയിരിക്കും TCSന്റെ റോൾസിൽ ജോയിൻ ചെയ്യുന്നത്, വിച്ച് ഐ തിങ്ക് ഇസ് വെരി പോസിറ്റീവ്. ആൻഡ് മാനേജ്മെന്റ് ഗൈഡൻസ് വായിക്കുമ്പോഴേക്കും കുറെ കൂടെ അപ്ബീറ്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് മാനേജ്മെന്റ് നൽകിയിരിക്കുന്നത്. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ഫൈനാൻഷ്യൽ അവസാനിക്കുമ്പോഴേക്കും ദേ ഹാവ് റേസ് ദ റവന്യൂ ഗൈഡൻസ് ടു 3.5%. ആൻഡ് ടെക്നിക്കൽ ചാർട്ട്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്ന് നമുക്ക് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1700, 1725, 1750, അവസാനമായിട്ട് 1800. പ്രദീപ്, ഈ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്സ് ഉണ്ടല്ലോ, BSE അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഉള്ള ബ്രോക്കിംഗ് കമ്പനീസ്, ഞാനത് പറയാൻ കാര്യം വെച്ചാൽ ചൈനയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻ വന്നു എന്നുള്ളത്. അതായത് ചൈനയിലെ എക്സ്ചേഞ്ചസിൻ്റെ ഡേറ്റാ സെൻറ്റേഴ്സിൽ നിന്നും ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിൻ്റെ ബ്രോക്കേഴ്സിൻ്റെ സെർവറിനെ എടുത്ത് മാറ്റുകയാണ്. അതായത് ചൈന ഈസ് ഡിസ്കറേജിങ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഈ അൽഗോരിതം ട്രേഡിങ്ങും AI ട്രേഡിങ്ങും ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങും, അതായത് നമ്മുടെ ജെയിൻ സ്ട്രീറ്റ് ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമുക്കറിയാലോ, നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഡെസ്കും ഒക്കെ ഇന്ത്യയിലുണ്ട് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ചൈന ഇതിൻ്റെ സെർവേഴ്സിനെ അവരുടെ എക്സ്ചേഞ്ചിൽ നിന്ന് മാറ്റി എന്ന്, അവരുടെ ഡേറ്റാ സെൻറ്റർ എക്സ്ചേഞ്ചിൽ നിന്ന് മാറ്റി എന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇതേപോലെ നടക്കും. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഹൈലി ഓവർ വാല്യൂഡ് അല്ലെങ്കിൽ ഒരു പ്രീമിയം വാല്യൂവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഡെയിലി നമുക്ക് ഇൻവെസ്റ്റർ ബേസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഗ്രോ സ്റ്റോറിയാണ് നമുക്ക് ബ്രോക്കിംഗ് സ്റ്റോക്സിൽ എന്നും നമ്മുടെ അനലിസ്റ്റുകൾ നമുക്ക് തന്നിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവരുടെ പ്രോഫിറ്റ്സ് എന്നും ഇതേപോലെ നിലനിൽക്കും എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇന്ത്യയിലും റെസ്ട്രിക്ഷൻസ് വരാനുള്ള സാധ്യതകൾ ഹൈ ആണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തെങ്കിലും ഇൻഡിക്കേഷൻ BSEയോ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഉള്ള ബ്രോക്കർ സ്റ്റോക്സിലോ കാണുന്നുണ്ടോ പ്രദീപ്? അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ ഒന്നും തന്നെ ബ്രോക്കിംഗ് ഓർ
ഇൻഡെക്സ് സ്റ്റോക്സിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഗ്രോയിൻ്റെ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 170 കാണുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നല്ലൊരു കറക്ഷന് ശേഷം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റാണ് കാണുന്നത്. സോ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് BSE 2880 കാണുന്നു. ആൻഡ് ഇന്ന് ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് ഏഞ്ചൽ 1ൻ്റെ കേസിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റാണ് വന്നിരിക്കുന്നത്. 2640 is the immediate resistance. But personally, you have raised a very sensitive question about, algo trading, high frequency trading. In the personal opinion, I think the move of China is excellent, a step in the right direction. എൻ്റെ അഭിപ്രായത്തിൽ ജെയിൻ സ്ട്രീറ്റിനെ പോലെയുള്ള പ്ലേയേഴ്സ് മാർക്കറ്റിൽ നമുക്ക് ഒരു ആവശ്യവുമില്ല. സാറിന് അവസാനമായൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും Q3 നോക്കുമ്പോൾ ലാഭത്തിൽ 9% ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 1.3% ഉയർച്ച രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഓഹരി നമ്മൾ നോക്കുമ്പോൾ എസ്പെഷ്യലി മെയ്ക്ക് ശേഷം വലിയ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ മെയ്ക്ക് ശേഷമുള്ള റിട്ടേൺ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 100% മുകളിലൊരു റിട്ടേൺ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു മാസവും പുതിയൊരു ഓൾ ടൈം ഹൈയിലൊക്കെയാണ് ഓഹരി ട്രേഡിംഗ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ഒരു വീക്ക്നെസ് നമുക്ക് സാധിക്കുന്നില്ല. കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 43 രൂപ 50 പൈസ, 44.25, 46 രൂപ. ഇതായിരിക്കും ഇമ്മീഡിയറ്റ് 3 റെസിസ്റ്റൻസ് ലെവൽസ്. താങ്ക് യു പ്രദീപ് സർ, ഇത്ര അപ്ഡേറ്റ്സ് പങ്കുവച്ചാൽ. താങ്ക് യു വിഷ്ണു. Opening hours with MyFin.